സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂമിയുടെ പച്ചപ്പ് വീണ്ടെടുക്കുന്നതിന്റെ സന്ദേശങ്ങൾ പങ്കുവച്ച് പരിസ്ഥിതി ദിനം ആചരിച്ചു. ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ നടന്നു. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലാ ആശുപത്രിയിൽ ഗപ്പി മത്സ്യങ്ങളുടെ ഹാച്ചറി ഒരുക്കി. കൃഷിവകുപ്പ് ഇക്കോ ഷോപ്പ് തുറന്നു. ജൈവകൃഷിയുടെ ഭാഗമായാണ് ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. യുവകലാ സാഹിതിയുടെ ഗാനമയൂകം ഓഡിയോ CD പ്രകാശനം 7-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പടന്നക്കാട് മെഹബൂബെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഹർ 2015 സംഘടിപ്പിക്കുന്നു. പഠനോപകരണ വിതരണം നടന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ റിബേറ്റ് നൽകിയില്ല. കൈത്തറി സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക്. വാർത്തകൾ വിശദമായി. ലോക പരിസ്ഥിതി ദിനം ജില്ലയിലെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിദ്യാലയങ്ങളിൽ വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചു. വിഷരഹിത കൃഷി ഇറക്കിക്കൊണ്ടാണ് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിലെ ഇക്കോ ക്ലബ് പരിസ്ഥിതി ദിനം ആചരിച്ചത്. സ്കൂളിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ 30 സെന്റ് സ്ഥലത്ത് കൃഷിയിറക്കുകയായിരുന്നു. കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ തുടങ്ങിയ ഇനങ്ങളാണ് കൃഷി ചെയ്തത്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂൾ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി ലക്ഷ്യമിട്ട് നമ്മളൊരു 15 സെന്റ് സ്ഥലത്ത് കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം നമ്മുടെ കാഞ്ഞങ്ങാട് കൃഷി ഓഫീസർ ശ്രീമതി പ്രേമലത അവർ നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷം നല്ലൊരു പച്ചക്കറി തോട്ടം സ്കൂളിൻ്റെ പേരിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ പച്ചക്കറികൾ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ PTA കമ്മിറ്റിയുടെ പ്രതീക്ഷ. കാഞ്ഞങ്ങാട് നഗരസഭ കൃഷി ഓഫീസർ MP പ്രേമലത നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ സ്കൂൾ സ്റ്റുഡൻസിന് അവരുടെ വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നതിന് നമ്മൾ വിത്തുകൾ എല്ലാ വർഷവും തരുന്നത് പോലെ ഈ വർഷം തരും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു തോട്ടം പിന്നെ രക്ഷിതാക്കളുടെ സഹായത്തോടെ വീട്ടുമുറ്റത്ത് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അതിന് അവാർഡുണ്ട്. നിങ്ങൾക്ക് പിന്നെ കുട്ടികൾക്ക് ഈ പ്രധാന അധ്യാപകന്, ഇതിന്റെ ചാർജ് വഹിക്കുന്ന അധ്യാപകന്, സ്കൂളിന് ഇങ്ങനെയുള്ള എല്ലാത്തിനും അവാർഡുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കണം. നമ്മുടെ പരിസ്ഥിതിനെ വിഷമുക്തമാക്കും. പിന്നെ നമ്മുടെ മണ്ണ്, ജലം ഇതെല്ലാം വിഷമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്കിന്ന് വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകളും വിതരണം ചെയ്തു. വൃക്ഷത്തൈ വിതരണം PTA പ്രസിഡന്റ് V ശ്രീജിത്ത് നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ T രവീന്ദ്രൻ, ആശ PR, M അനിത, KV സുധ, തങ്കമണി, രാജീവൻ, ജയരാജൻ, P കണ്ണൻ തുടങ്ങിയവർ നേതൃത്വമേകി. ഓയിസ്ക കാഞ്ഞങ്ങാട് ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. കാഞ്ഞങ്ങാട് ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ദിനാചരണം നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ സാധ്യതകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവരുടെ ജീവിതത്തിന്റെ ഏകദേശം അവർ ഒരു 70% അവർ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രായമാണ്. അവരുടെ യൗവനകാലത്തിനും ശൈശവകാലത്ത് വളരെയധികം പരിസ്ഥിതി സൗഹൃദമായ ഒരു കാലത്താണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ അവരുടെ ഓരോ വളർച്ചയിലും ഇന്ന് വരുന്ന ഒരു സ്റ്റേജിലാവുമ്പോഴേക്കും നമ്മൾ ആശങ്കാകുലരാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. പക്ഷേ എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ ഈ കുട്ടികൾ നിങ്ങളുടെ ഈ ശൈശവകാലത്ത് തന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഒരു ആശങ്കാപരമായ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രാധാന്യമായി കണക്കിലെടുക്കേണ്ടത്. ഡോക്ടർ KG പൈ അധ്യക്ഷനായി. ഡോക്ടർ ബലരാമൻ നമ്പ്യാർ, പ്രതിഭ സോമസുന്ദരം, V കൃഷ്ണൻ, M മൂസ തുടങ്ങിയവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ മനുഷ്യമരമായി മാറി. വൃക്ഷത്തൈ നടീലിന്റെ ഭാഗമായാണ് മനുഷ്യമരം തീർത്തത്. കുട്ടികൾ പരസ്പരം വൃക്ഷത്തൈകൾ കൈമാറി പരിസ്ഥിതി ദിന പ്രതിജ്ഞയെടുത്തു. പരിസ്ഥിതി ലോഗോ പ്രകാശനവും നടന്നു. സ്കൂൾ ഹെഡ് മാസ്റ്റർ VV ഭാസ്കരൻ, പ്രിൻസിപ്പൽ M ജയശ്രീ ടീച്ചർ, T പവിത്രൻ മാസ്റ്റർ, PN പുഷ്പവല്ലി, VV പ്രഭാകരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി നഗര ഉദ്യാനം ഒരുക്കി ഫോട്ടോഗ്രാഫർമാർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വമേകിയത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഡിവൈഡറുകളിൽ പൂന്തോട്ടം ഒരുക്കിയാണ് ഓട്ടോ ഡ്രൈവർമാർ പരിസ്ഥിതി ദിനം ആചരിച്ചത്. ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വമേകിയത്. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
മേഖലാ പ്രസിഡന്റ് കലാധരൻ, സണ്ണി മാണിശ്ശേരി, സുധീർ, മോഹനൻ, ഉണ്ണി സരിക, ബേബി ഫിലിപ്പ്, പ്രജിത്, ജിജു എന്നിവർ നേതൃത്വമേകി. പ്രകൃതിയുടെ മഹത്വം വിളിച്ചോതി നാടെങ്ങും പരിസ്ഥിതി ദിനാചരണം. വൃക്ഷത്തൈകൾ നട്ടും ഭൂമിക്കു വേണ്ടി പ്രതിജ്ഞയെടുത്തും ജനങ്ങൾ കൈകോർത്തു. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് കളക്ടറേറ്റിൽ നടന്നു. കേരള വനം വന്യജീവി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചത്. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ആഗോളതാപനമടക്കമുള്ള ഭീഷണിയിലൂടെ ലോകം കടന്നുപോകുമ്പോൾ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി കൈകോർക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. പറഞ്ഞു. പ്രേരകമായ ബാഹ്യ ശക്തികൾ എന്ന് കൂടി അതിന് അർത്ഥമുണ്ട്. അപ്പോൾ ആ ബാഹ്യ ശക്തികളെ നമുക്ക് അനുകൂലമാക്കി മാറ്റുക എന്നതാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് ചെയ്യാനുള്ള പ്രതി. മനുഷ്യന്റെ ആർത്തിയും മനുഷ്യന്റെ അഹങ്കാരവുമാണ് നമ്മുടെ പരിസ്ഥിതിയെ ഇങ്ങനെ മലീമസമാക്കിയത് എന്ന കാര്യത്തിൽ ആവശ്യം. ചടങ്ങിൽ കെ. കുഞ്ഞിരാമൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ പി.എസ്. മുഹമ്മദ് സഗീർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. ശ്യാമളാദേവി, കാസർഗോഡ് നഗരസഭാ ചെയർമാൻ ടി. അബ്ദുള്ള, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുംതാസ് ഷുക്കൂർ, CB അബ്ദുള്ള ഹാജി, P.K. ആസിഫ്, E.P. രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. അറഫ ക്ലബ്ബ് പരിസരത്ത് ഉത്സവാന്തരീക്ഷത്തിലാണ് പരിസ്ഥിതി ദിനാചരണം നടന്നത്. നാട്ടുകാരും ക്ലബ്ബ് പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. മാധ്യമപ്രവർത്തകൻ എബീബ് കുട്ടിയാനം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി K.A. സവാദ് അധ്യക്ഷത വഹിച്ചു. മുസ്തഫ അറഫ നഗർ സ്വാഗതം പറഞ്ഞു. വൃക്ഷത്തൈ നടൽ വാർഡ് മെമ്പർ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K.P. അഹമ്മദ്, A.P. പോക്കർ, ഉബൈദ് ദേവറെടുക്ക, റഹീം, ബിജു എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അസംബ്ലി പവലിയൻ ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാഘോഷവും നടന്നു. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് A.S. മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. ഇക്കോ ക്ലബ്ബ് കൺവീനർ തങ്കമണി ടീച്ചർ പരിസ്ഥിതി ദിന പ്രതിജ്ഞയും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G. നാരായണൻ വൃക്ഷത്തൈ വിതരണോദ്ഘാടനവും നിർവഹിച്ചു. MP അനിതാബായി, M. ചന്ദ്രകല, ബഷീർ കൊല്ലമ്പാടി, ഖദീജ, സുഷമ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെയും മൊഗ്രാൽ പുത്തൂർ കുന്നിൽ യങ് ചാലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ യുവജന കേന്ദ്രം യൂത്ത് പ്രോഗ്രാം ഓഫീസർ വിനോദൻ പൃഥ്വിയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് ഷാഹുൽ ഹമീദ് മാസ്റ്റർ മുഖ്യാതിഥിയായിരുന്നു. ഉസ്മാൻ കല്ലങ്കൈ, ലാലുകുമാർ, ബാബുരാജ്, മാഹിൻകുന്ദ് എന്നിവർ സംസാരിച്ചു. പ്രകൃതി സംരക്ഷണവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ കില തൃശ്ശൂരിലെ കൃഷ്ണ H. ക്ലാസ് എടുത്തു. യൂത്ത് കോർഡിനേറ്റർ M.A. നജീബ് സ്വാഗതവും സഫാൻ കുന്നിൽ നന്ദിയും പറഞ്ഞു. കൊതുക് നശീകരണത്തിനായി ആരോഗ്യ വകുപ്പ് ഗപ്പി മത്സ്യങ്ങളുടെ വിതരണം വ്യാപകമാക്കുന്നു. ജില്ലാ ആശുപത്രിയിൽ ഗപ്പി മത്സ്യങ്ങളുടെ ഹാച്ചറി തുടങ്ങി. മലേറിയ മാസാചരണത്തിന്റെ ഭാഗമായി കൊതുകുകളുടെ ലാർവകളുടെ നശീകരണത്തിനായി ഗപ്പി മത്സ്യങ്ങളെ വ്യാപകമായി വിതരണം ചെയ്യാനാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡെങ്കിപ്പനി ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗപ്പി മത്സ്യങ്ങളെ ടാങ്കുകളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിലും എത്തിക്കാനാണ് തീരുമാനം. ഗപ്പി ആച്ചറിയുടെ ഉദ്ഘാടനം DMO ഡോക്ടർ AP ദിനേശ് കുമാർ നിർവഹിച്ചു. ഒരു ഗപ്പി മത്സ്യ ടാങ്ക് എന്ന പേരിലാണ് നമ്മൾ ഏതാണ്ട് 9 വർഷം മുമ്പ് തുടങ്ങിയ ഒരു പരിപാടിയാണ് ജൈവികമായിട്ട് എങ്ങനെ കൊതുകുകളെ നിയന്ത്രിക്കുക എന്നത്. ഇത് നമുക്കറിയാം, ഇതൊരു കൊതുക് പ്രജനന കേന്ദ്രം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഇന്ന് നമ്മൾ ഗപ്പി മത്സ്യങ്ങളെ വളർത്തുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൊതുകുകളെ എന്ത് തന്നെയാലും നശിപ്പിച്ചേ പറ്റൂ. കൊതുകുകളെ നശിപ്പിക്കാൻ നമ്മൾ എന്ത് തന്നെയാലും ചില നാശിനികൾ, കീടനാശിനികളോ എന്ത് രീതിയിൽ ചെയ്തേ പറ്റൂ. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ ഇത്രയും ഡെങ്കിപ്പനിയും മലമ്പനിയും ഇപ്പോൾ വളരുമ്പോഴും കൊതുക് നിയന്ത്രണം പലപ്പോഴും ഡിപ്പാർട്ട്മെന്റിന് വളരെ ബുദ്ധിമുട്ടായി മാറുന്നു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിതാനന്ദൻ അധ്യക്ഷയായി. ഡോക്ടർ നിത്യാനന്ദ ബാബു, ഡോക്ടർ സിറിയക് ആന്റണി, ഡോക്ടർ E. മോഹനൻ, ഡോക്ടർ വിമൽ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. പടന്നക്കാട് മെഹബൂബെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടന്നു. മഹർ 2015ന്റെ ഭാഗമായാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പടന്നക്കാട് മെഹബൂബ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മെഹർ 2015ന്റെ ഭാഗമായി നിർധന പെൺകുട്ടികൾക്ക് മാംഗല്യ സാഫല്യം, നിർധന കുടുംബങ്ങൾക്ക് ഭവനം, രോഗചികിത്സ തുടങ്ങി ഒട്ടേറെ സേവനങ്ങൾക്കാണ് തുടക്കമിടുന്നത്. മെഹർ 2015ന്റെ ഭാഗമായി പടന്നക്കാട് ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർ N. സുലൈഖ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ പഠനകാര്യത്തിലുള്ള എല്ലാവിധ ഇടപാടുകളും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാൻ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടാവണം എന്നുകൂടി ഞാൻ ഈ വേളയിൽ സൂചിപ്പിക്കുന്നു.
ഭാഗീരഥി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇത്തരം വിലയേറിയ ഈ ഒരു ഉപഹാരം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ +2 വിദ്യാർത്ഥികൾ നമ്മുടെ ഈ പടന്നക്കാട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ മുഴുവൻ സബ്ജക്റ്റിലും A+ നേടിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉപഹാര സമർപ്പണവും ഇന്നിവിടെ നടക്കുകയാണ്. CH അബ്ദുള്ള അധ്യക്ഷനായി. IMCC സെൻട്രൽ കമ്മിറ്റി മുൻ പ്രസിഡന്റ് TCA റഹ്മാൻ പുസ്തക വിതരണം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PC ഇസ്മായിൽ, EKK പടന്നക്കാട് എന്നിവർ SSLC +2 വിജയികൾക്ക് ഉപഹാരം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T കുഞ്ഞികൃഷ്ണൻ, കൗൺസിലർ കുമാരൻ, മൂസ പടന്നക്കാട്, N ശംസുദ്ദീൻ, റഷീദ് പടന്നക്കാട് എന്നിവർ സംസാരിച്ചു. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇക്കോഷോപ്പ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ജൈവകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് ഇക്കോഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രതിനിധികളുടെയും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ സഹകരണത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച കാസർഗോഡ് ജില്ല ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടതുള്ള ജൈവ ജില്ലയാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ പ്രഖ്യാപനത്തിൽ മാത്രമല്ല പ്രവർത്തനത്തിലും ഇതിനെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ ജൈവ ജില്ലയായി മാറ്റിയെടുക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ റിബേറ്റ് ഇനത്തിലുള്ള തുക അനുവദിക്കാത്തത് ജില്ലയിലെ കൈത്തറി സഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ സംഘങ്ങൾക്ക് സർക്കാർ നൽകാൻ ബാക്കിയുള്ളത്. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ റിബേറ്റ് ഇനത്തിലുള്ള തുക അനുവദിക്കാത്തതാണ് ജില്ലയിലെ കൈത്തറി സഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഇനത്തിൽ സർക്കാർ സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ളത്. 4 വർഷമായി 1 രൂപ പോലും അനുവദിച്ചിട്ടില്ല. ഇത് കൈത്തറി തൊഴിൽ മേഖലയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. സംഘങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മാസത്തിൽ ഒരാഴ്ച മാത്രമാണ് ഇപ്പോൾ തൊഴിൽ ലഭിക്കുന്നത്. ഇത് തൊഴിലാളികളെ പട്ടിണിയിലേക്ക് നയിക്കുന്നു. ജില്ലയിൽ പെർള, കാസർഗോഡ്, കുളനാട്, രാംനഗർ, ഉദുമ, നീലേശ്വരം, മാണിയാട്ട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലായി 8 കൈത്തറി ഉൽപാദക സംഘങ്ങളാണ് ഉള്ളത്. ഇതിൽ ഭൂരിഭാഗവും പ്രവർത്തന മൂലധനം കുറഞ്ഞ സംഘങ്ങളാണ്. സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ വിറ്റഴിക്കുന്നത് ഉത്സവ കാലത്ത് സർക്കാർ റിബേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ്. വിലയുടെ 20% റിബേറ്റായി സർക്കാർ ധനസഹായം നൽകുക. ഓരോ ഉത്സവകാലം സംഘം റിബേറ്റ് നൽകുമെങ്കിലും സർക്കാർ തുക അനുവദിക്കുന്നത് കൃത്യത ഇല്ലാതെയാണ്. 2008 മുതലുള്ള റിബേറ്റ് കുടിശ്ശിക കിട്ടാനുണ്ട്. സംഘങ്ങളുടെ പ്രവർത്തന ഫണ്ട് ഉപയോഗിച്ചാണ് വിൽപ്പന നടക്കാത്ത കാലത്ത് തൊഴിലാളികൾക്ക് ജോലി നൽകുന്നത്. കാസർഗോഡ്, തൃക്കരിപ്പൂർ സംഘങ്ങൾക്ക് മാത്രമാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഓണക്കാലത്തും വിഷുവിനും പ്രധാനമായും സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക. ക്രിസ്മസ്, ഗാന്ധി ജയന്തി വേളകളിൽ റിബേറ്റ് അനുവദിക്കാറുണ്ടെങ്കിലും വിൽപ്പന കുറവാണ്. സംഘങ്ങൾക്ക് വൻതോതിൽ തുണികൾ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നതിനാൽ തൊഴിലാളികൾക്ക് കൂലി പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി. തൊഴിലാളികൾക്ക് കൃത്യമായി ജോലി നൽകാൻ പറ്റാത്തതിനാൽ പലരും തൊഴിൽരഹിതരാണ്. വർഷങ്ങളായി ഈ മേഖലയിൽ തൊഴിലെടുക്കുകയും ക്ഷേമനിധിയിൽ അംഗങ്ങളാവുകയും ചെയ്ത ഇവർക്ക് മറ്റു മേഖലയിലേക്ക് പോകാനും കഴിയില്ല. കൈത്തറി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ റിബേറ്റ് ഇനത്തിൽ സർക്കാർ സംഘങ്ങൾക്ക് നൽകാനുള്ള തുക അടിയന്തരമായി വിതരണം ചെയ്യേണ്ടതുണ്ട്. കുടിശ്ശിക അനുവദിച്ചില്ലെങ്കിൽ പല സംഘങ്ങളും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വാർത്തകൾ തുടരുന്നു. യുവകലാ സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാനമയുഗം ഓഡിയോ CD പ്രകാശനവും ഗാനസ്മൃതിയും 7-ന് കാഞ്ഞങ്ങാട്ട് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. യുവകലാ സാഹിതി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ ലളിതഗാന ശേഖരം ഗാനമയുഗം പ്രകാശനത്തിന് തയ്യാറായി. യുവകലാ സാഹിതിയുടെ സംഗീത കൂട്ടായ്മ പണിതൊരുക്കിയ 10 മികച്ച ലളിതഗാനങ്ങളാണ് ഗാനമയുഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജൂൺ 7-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ചാണ് പ്രകാശനം നടക്കുന്നത്. ഗാനമയൂഖം എന്ന ലളിതഗാന ശേഖരത്തിന്റെ പ്രകാശനം അന്നേ ദിവസം നടക്കുകയാണ്. ഗാനമയൂഖം 10 മികച്ച ലളിതഗാനങ്ങൾ അടങ്ങുന്ന ഒരു ലളിതഗാന ശേഖരമാണ്. ഇത് കഴിഞ്ഞ 1 വർഷമായിട്ട് നമ്മൾ നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. മലയാളിയുടെ മനസ്സിൽ പാടിപ്പതിഞ്ഞ മരണമില്ലാത്ത ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസ്മൃതിയും പരിപാടിയുടെ ഭാഗമായി നടക്കും. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ K. ദിവ്യ മുഖ്യാതിഥിയായിരിക്കും. യുവകലാ സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി EM സതീശൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ആയിഷ ബേബിക്ക് ഗാനമയുഗം കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കും. യുവകലാ സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച NC മമ്മൂട്ടിക്കാണ് ഗാനമയുഗം സമർപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള NC മമ്മൂട്ടി സ്മൃതിരേഖ അവതരിപ്പിക്കും.
കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ രാജീവൻ, ജയനീലേശ്വരം, സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പിലിക്കോട് കാർഷിക കർമ്മസേനയ്ക്ക് സ്വന്തം ട്രാക്ടർ. കഴിഞ്ഞ ദിവസം വയലിലിറക്കിയ ട്രാക്ടർ അനുവദിച്ചത് ജില്ലാ പഞ്ചായത്ത്. പിലിക്കോട് കണ്ണങ്കൈ റെഡ് സ്റ്റാർ ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി ഉദ്ഘാടനം നിർവഹിച്ചു. കാർഷിക കർമ്മസേനയ്ക്ക് പൈസ നീക്കിവെച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമസഭയിലൂടെ കാർഷിക കർമ്മസേനയിൽ തൊഴിൽ സേനയിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട്. അപേക്ഷ കൊടുക്കുമ്പോൾ നിരവധി പേര് വരികയും പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതിന് കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് എന്തോ വേറെ ഒരു പ്രത്യേകതയുള്ള കാര്യമാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് കാർഷിക കർമ്മസേനയിൽ ഗ്രാമസഭാ മുഖാന്തരം അപേക്ഷ കൊടുത്തിട്ടുള്ളത്. പദ്ധതി നടത്തിപ്പോയി ആദ്യ വർഷം 13-14 കാർഷിക കർമ്മസേനയുടെ തൊഴിൽ സേനയുടെ പരിശീലനം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാർഷിക കർമ്മസേനയ്ക്ക് രൂപം കൊടുക്കുകയും അത് യന്ത്രവൽക്കരണത്തിലൂടെ യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അത് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് കാർഷിക കർമ്മസേനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വളരെ കഴിഞ്ഞ പ്രവർത്തനം എന്ന നിലയിൽ വളരെ ഒരു നല്ല പ്രവർത്തനം, മാതൃകാപരമായ പ്രവർത്തനം എന്ന ജില്ലാ പഞ്ചായത്ത് ഈ കാർഷിക കർമ്മസേനയ്ക്ക് ഇതുപോലെ യന്ത്രസാമഗ്രി കൊടുക്കാൻ തീരുമാനിക്കുകയും ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്കൊരു ട്രാക്ടർ ലഭ്യമാക്കുകയും ചെയ്തിട്ടുള്ളത് 5 പഞ്ചായത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ PV ശൈലേശൻ വിശദീകരണം നടത്തി. P കുഞ്ഞിരാമൻ, രഘുനാഥ് TV, PP അടിയോടി, K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കടവ് മൈതാനം നവീകരണ പ്രവർത്തനം വേണ്ടെന്ന് വെക്കുന്നു. അനുവദിച്ച തുക വകമാറ്റാൻ തീരുമാനം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൈതാനത്തിന്റെ വലിയ ഒരു ഭാഗം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാലിക്കടവ് ടൗണിന്റെ ഒരു ഭാഗവും മൈതാനത്തിന്റെ ഒരു ഭാഗവും നഷ്ടപ്പെടുമെന്നാണ് സർവേയുടെ വ്യക്തമായത്. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് കാര്യാലയവും പൊളിക്കേണ്ടി വരും. കാലിക്കടവ് മൈതാനത്തിന്റെ ഒരു ഭാഗം നഷ്ടമാകും എന്നത് കായിക പ്രേമികളിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. അതിനിടെയാണ് മൈതാനത്തിന്റെ നവീകരണത്തിന് അനുവദിച്ച തുക വകമാറ്റാൻ തീരുമാനമായത്. പാതാ വികസനത്തിന്റെ ഭാഗമായി വലിയൊരു ഭാഗം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ മൈതാനം നവീകരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് MLA K കുഞ്ഞിരാമൻ അനുവദിച്ച 2 കോടി രൂപ വകമാറ്റുന്നത്. ആ 2 കോടി രൂപ MLA പ്രഖ്യാപിച്ചതാണ്. എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നിരുന്നു. എസ്റ്റിമേറ്റ് എടുക്കാൻ വന്നപ്പം അവർ NHന്റെ ഭാഗമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി കുറേ ഇത്തരം ഭാഗം. അപ്പം ഭൂരിഭാഗം ഭൂമിയും ഗ്രൗണ്ടിൻ്റെ ഭൂരിഭാഗവും NHന്റെ ഭാഗമായി പോകുന്നത്. ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യം ഈ ഗ്രൗണ്ടിനില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാകാതെ പോകുന്നത്. അത് പിന്നെ ഈ തൃക്കരിപ്പൂർ നടക്കുന്ന അവിടെ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിനകത്ത് 1 കോടി കൊടുക്കാനും ബാക്കിയുള്ളത് അത്യാവശ്യം ഈ പഞ്ചായത്തിനാവശ്യമായ വികസനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നിലവിൽ സിന്തറ്റിക് സ്റ്റേഡിയമാക്കി മാറ്റുന്ന നടക്കാവ് വലിയ കോവലം മൈതാനത്തിനായി 1 കോടി രൂപ നൽകാനും പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് സമഗ്ര വികസന പദ്ധതിക്കായി 1 കോടി നൽകാനുമാണ് തീരുമാനം. ഇതോടെ ഒട്ടേറെ കായിക താരങ്ങൾ പന്ത് തട്ടി വളർന്നു വന്ന കാലിക്കടവ് മൈതാനം ഉപേക്ഷിക്കപ്പെടുമെന്ന കാര്യം ഉറപ്പായി. അടിസ്ഥാന സൗകര്യങ്ങളും ജീവനക്കാരുമില്ല. പാടി വില്ലേജ് ഓഫീസിൽ ജനങ്ങൾക്ക് ദുരിതത്തിന്റെ സേവനം. ചെറിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പോലും ഇവിടെ പലവട്ടം കയറിയിറങ്ങേണ്ട ഗതികേടിലാണ്. പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന സർക്കാർ ഓഫീസുകളിലൊന്നാണ് വില്ലേജ് ഓഫീസ്. വരുമാന സർട്ടിഫിക്കറ്റ് തൊട്ട് വിവിധ ആവശ്യങ്ങൾക്കുള്ള ഏതാണ്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസ് വഴിയാണ് ലഭിക്കുന്നത്. സ്ഥലത്തിന്റെ രേഖകളും സ്ഥല നികുതിയുമെല്ലാം വില്ലേജ് അധികൃതരാണ് തീരുമാനിക്കുന്നത്. ഓരോ വില്ലേജ് ഓഫീസും സദാസമയവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ പലപ്പോഴും ജനങ്ങൾക്ക് ദുരിതത്തിൻ്റെതായി മാറും. ഇത് പാടി വില്ലേജ് ഓഫീസ്. ചെങ്കള പഞ്ചായത്തിലെ 2 വില്ലേജുകളിൽ ഒന്ന്. പഞ്ചായത്തിന്റെ വലിയൊരു ഭാഗം ഈ വില്ലേജിന്റെ പരിധിയിലാണ് വരുന്നത്. എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇവിടെയില്ല. ഗ്ലാസുകൾ പൊളിഞ്ഞ ജനാലയും കാലുകൾ തകർന്ന മരക്കസേരയും ഈ വില്ലേജ് ഓഫീസിന്റെ ദയനീയത വരഞ്ഞു കാണിക്കുന്നു. സേവനം തേടിയെത്തുന്ന ജനങ്ങൾ കെട്ടിടത്തിന് സമീപത്തെ മാവിൻ തണലിലും മരച്ചില്ലയിലുമാണ് വിശ്രമിക്കുന്നത്. ഒരു വില്ലേജ് ഓഫീസറും ഒരു അസിസ്റ്റന്റുമാണ് ഇപ്പോഴിവിടെ ഉള്ളത്. ഒരാൾ സർവേ എന്ന് പറഞ്ഞ് പുറത്തു പോകുമ്പോൾ മറ്റേയാൾക്ക് മീറ്റിംഗും മറ്റു കാര്യങ്ങളും ഉണ്ടാകും. 2 പേരും 2 വഴിക്ക് പോകുമ്പോൾ പ്രതീക്ഷയോടെ എത്തിയവർ നിരാശയോടെ മടങ്ങും. എന്നും ഇതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് പൊതുപ്രവർത്തകരായ E. അബ്ദുള്ള കുഞ്ഞിയും ഇബ്രാഹിം നെല്ലിക്കട്ടയും പറയുന്നു.
കാസർഗോഡ് ജില്ലയിലെ ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ 2 ഗ്രാമങ്ങൾ കൂടിച്ചേരുന്ന ഗ്രൂപ്പ് വില്ലേജാണ് നെല്ലിക്കെട്ടിൽ സ്ഥിതി ചെയ്യുന്ന പാടി നെക്രാജ് ഗ്രൂപ്പ് വില്ലേജ്. വർഷങ്ങൾ പഴക്കമുള്ള ഫർണിച്ചറുകളും കൂടുതൽ ഇവിടെ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ സൗകര്യങ്ങളില്ലാത്ത രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ചെറിയ ഒരു കെട്ടിടത്തിൽ, വർഷങ്ങൾ പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ ഫയലുകളും മറ്റും സൂക്ഷിക്കാനുള്ള അലമാരകളോ മറ്റോ ഇവിടെ ഇല്ലാത്തത് മൂലം ജീവനക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ ആവശ്യത്തിനായി ഇവിടെ വരുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലമില്ലാതെ വരാന്തയിലും മറ്റും നിൽക്കേണ്ട അവസ്ഥയിലാണ് വരുന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ 2 റൂമാണെങ്കിൽ ഒരു റൂം വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ മറ്റുള്ള റൂമിൽ യഥാർത്ഥത്തിൽ മറ്റുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ ജനങ്ങൾ, ഇവിടുത്തെ ആവശ്യക്കാർ വീർപ്പുമുട്ടുകയാണ്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഗ്രൂപ്പിൽപ്പെട്ട വില്ലേജ് ഓഫീസ് സൗകര്യം വർദ്ധിപ്പിച്ച് വേണ്ടുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 2 വില്ലേജ് ഉൾപ്പെടുന്ന ഈ ഓഫീസിൻ്റെ സൗകര്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കുറവും ഇവിടെ വല്ലാത്ത ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ 2 പേരോ 3 പേരോ മാത്രമാണ് ഇവിടെ സ്ഥിരമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ കെട്ടിടത്തിനുള്ള സൗകര്യം വളരെ കുറവാണ്. ഇതിൻ്റെ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വില്ലേജിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സേവനത്തിനെത്തുന്ന ജനങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. സുധീന്ദ്ര ഫൗണ്ടേഷൻ റോട്ടറി സ്കൂളിൽ സഹായം എത്തിച്ചു. സ്കൂളിലേക്ക് മേശയും കസേരയും കൈമാറി. മാവുങ്കൽ റോട്ടറി സ്പെഷ്യൽ സ്കൂളിലേക്ക് സുധീന്ദ്ര ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കസേരകളും മേശയും കൈമാറി. സുധീന്ദ്ര ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ KG പൈ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സുധീന്ദ്ര തീർത്ഥ സ്വാമികളുടെ 90ാം ജന്മശതാബ്ദി അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ സ്കൂളിന് ഈ കിച്ചണിലേക്ക് കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സ് സംഭാവനയായി കൊടുക്കാൻ തീരുമാനിച്ചത്. അല്ലെങ്കിൽ തന്നെ എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ സ്കൂളിന് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. ഇത് ഈ കിച്ചൺ എക്യുപ്മെൻറ്റ്സുകൾ ഇവിടെ വരുന്ന കുട്ടികൾക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും എല്ലാം ഇരുന്ന് ഊണയിക്കാനും ഇരുന്ന് സംസാരിക്കാനും എല്ലാം സൗകര്യം ഏർപ്പെടുത്തുന്നതാണ്. ഫൗണ്ടേഷന്റെ 90ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. താരാനാഥ്, MC ജേക്കബ്, പ്രിൻസിപ്പൽ ബീന സുഗു, T മുഹമ്മദ് അസ്ലം എന്നിവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂമിയുടെ പച്ചപ്പ് വീണ്ടെടുക്കുന്നതിന്റെ സന്ദേശങ്ങൾ പങ്കുവച്ച് പരിസ്ഥിതി ദിനം ആചരിച്ചു. ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ നടന്നു. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി. ജില്ലാ ആശുപത്രിയിൽ ഗപ്പി മത്സ്യങ്ങളുടെ ഹാച്ചറി ഒരുക്കി. കൃഷിവകുപ്പ് ഇക്കോ ഷോപ്പ് തുറന്നു. ജൈവകൃഷിയുടെ ഭാഗമായാണ് ഇക്കോ ഷോപ്പ് പ്രവർത്തനം ആരംഭിച്ചത്. യുവകലാ സാഹിതിയുടെ ഗാനമയൂകം ഓഡിയോ CD പ്രകാശനം 7-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. പടന്നക്കാട് മെഹബൂബെ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മെഹർ 2015 സംഘടിപ്പിക്കുന്നു. പഠനോപകരണ വിതരണം നടന്നു. കൈത്തറി സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ റിബേറ്റ് നൽകിയില്ല. കൈത്തറി സഹകരണ സംഘങ്ങൾ പ്രതിസന്ധിയിലേക്ക്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.